PSC സഹചാരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഭൂമിൻ്റെ ഉള്ളറ, അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷം, ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള PSCൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ പുതിയ SCRTൻ്റെ ക്ലാസ് 7 സോഷ്യൽ സയൻസിൻ്റെ ഭാഗം 1 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ചാപ്റ്റർ 5 പാഠത്തിൻ്റെ പേര് നമ്മുടെ ഭൂമി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഭൂമി. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. ഓക്കെ, അതായത് ഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു. പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത്. ഓക്കെ, പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. ഓക്കെ, അപ്പോൾ ഈ ദശലക്ഷക്കണക്ക് അതുപോലെ കോടിക്കണക്ക്, ആ രണ്ട് വാക്കുകൾ മാറിപ്പോരുത്. ചിലപ്പോൾ PSC അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചോദിക്കാം. ഓക്കെ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ഗോളായിരുന്നു, പിന്നെ മഴ പെയ്തു, പിന്നെ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ജീവജാലങ്ങൾ ഉണ്ടായത്. ഓക്കെ, അടുത്തത് സൗരയൂഥ ഗ്രഹങ്ങളിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത്. ഓക്കെ, ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ്, അങ്ങനെയെല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്, നമുക്കറിയാം. പിന്നെ ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾ വന്നത് ഏത് വർഷം മുതലാണ്? ദശലക്ഷക്കണക്കിന് വർഷം മുമ്പാണ്. ഓക്കെ, അതുമാതിരി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു ഗോളമായിരുന്നു, ചുട്ടുപൊള്ളുന്ന ഗോളമായിരുന്നു. പിന്നെ മഴ പെയ്തിട്ടാണ് ഇത് തണുത്ത് ഇപ്പോഴത്തെ ഭൂമിയിലേക്ക് മാറിക്കൊണ്ട് വന്നത്. ഓക്കെ, ഇനി അടുത്തത് ഉള്ളറകളിലേക്ക്, ഭൂമിൻ്റെ ഉള്ളറയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ, എന്നാൽ ഉള്ളറയുടെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് PSC ചോദിക്കാറുണ്ട്, ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ്. ആ ഒരു യൂണിറ്റും കൂടി ഓർത്തിരിക്കണം. ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ, ഡിഗ്രി ഫാരഡ്, അങ്ങനെയൊക്കെ PSC ചോദിക്കും, ഓപ്ഷൻസിൽ തരും. അപ്പോൾ കൺഫ്യൂഷനായി പോയത് ഡിഗ്രി സെൽഷ്യസ് 5500. 100 ഡിഗ്രി സെൽഷ്യസിനാണ് വെള്ളം തിളയ്ക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുന്നുണ്ടോ? നിങ്ങൾ ഗനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഗനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്നറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഗനിയുടെ ആഴം എത്രയാണ്? 12 കിലോമീറ്റർ. ആ യൂണിറ്റ് ഓർത്തിരിക്കണേ, 12 കിലോമീറ്റർ. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭൂമിയിൽ ഏറ്റവും ആഴത്തിൽ ഇതുവരെ പോയത് എത്ര ദൂരം വരെയാണെന്ന് ചിലപ്പം ചോദിക്കാറുണ്ട് PSC. അത് 12 കിലോമീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. 12 കിലോമീറ്റർ താഴെ വരെ നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കുഴിച്ചു പോകാൻ പറ്റിയിട്ടുള്ളൂ. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അതായത് ഭൂമിയുടെ ഏകദേശം ആരം എന്ന് പറയാം അല്ലേ, ആരം എന്ന് പറയാം, അല്ലെ റേഡിയസ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയാം. അങ്ങനെ 3 രീതിയിൽ നമുക്ക് ചോദ്യം ചോദിക്കാം. എല്ലാത്തിനും ഒരു ഉത്തരമാണ് ഏകദേശം 6371 യൂണിറ്റ് ഓർത്തിരിക്കുക, കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഭൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, പിന്നെ ആ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് പഠിക്കാൻ പറ്റണം. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? 3 രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്. ഓക്കെ, നമ്മൾ ഈ വോൾക്കാനോസ് അല്ലേ, അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാവും. അപ്പോൾ ലാവ കൊലിച്ച് വരും അല്ലേ, ആ ലാവേൻ്റെ അകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ പരിശോധിച്ചിട്ട് അതിനെന്തൊക്കെയാണുള്ളതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഗനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്. ഓക്കെ, ഗനി. മൂന്നാമത്തേത് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. ഓക്കെ, ഭൂമി കുലുക്കം അല്ലെങ്കിൽ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വേവ്സ് ഉണ്ടാവും. ആ വേവ്സ് വിശകലനം ചെയ്തിട്ടും നമുക്ക് ഈ ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക, PSC ചോദിക്കും സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട്. ഇനി അടുത്തത് ഭൂമിയുടെ ഘടനയാണ്. ഓക്കെ, ഭൂമിയുടെ ഉള്ളറയുടെ ഘടന. ഓക്കെ, നമുക്ക് വലതുവശത്തുള്ള ചിത്രം നോക്കാം. ഏറ്റവും പുറത്ത് ഭൂവൽക്കം എന്നുള്ളൊരു പാളിയാണുള്ളത്. അതിനുള്ളിലുള്ള പാളിയാണ് മാൻഡിൽ എന്ന് പറയും, ചുവപ്പ് നിറത്തിൽ അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിൽ അല്ലേ. അതിൻ്റെ ഉള്ളിലാണ് പുറക്കാമ്പ് വരുന്നത്. പിന്നെ ഏറ്റവും ഉള്ളിലാണ് അകക്കാമ്പ് വരുന്നത്. ഓക്കെ, അങ്ങനെ 4 പാളികളാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് വായിച്ചു നോക്കാം. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
ഓക്കെ, നിങ്ങളുടെ കണ്ടെത്തൽ ചുവടെ രേഖപ്പെടുത്തൂ. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു അല്ലേ. ഈ 4 പാളികളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഏറ്റവും പുറമേയുള്ള പാളിയാണ് എന്ത്? ഭൂവൽക്കം. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ക്രസ്റ്റ്. ഓക്കെ, അത് ഓർത്തിരിക്കണം. ഭൂവൽക്കം. ഓക്കെ, ഇനി ഓരോ പാളിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ഏറ്റവും പുറത്തുള്ള പാളി ഏതാണ്? ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ്. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഓക്കെ, അപ്പോൾ ഭൂവൽക്കം എന്ന് പറയുന്ന ഒരു നേർത്ത പാളിയാണ്, താരതമ്യേന നേർത്ത പാളിയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് ഓർത്തിരിക്കുക. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഓക്കെ, അപ്പം ഭൂവൽക്കം ഖരനിർമ്മിതമായ പാറകളാൽ നിർമ്മിതമാണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കണം. ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. ഓക്കെ, ഭൂവൽക്കത്തിന് ഏതൊക്കെയാണ് 2 ഭാഗങ്ങളുള്ളത്, അല്ലെങ്കിൽ എത്ര ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്? 2. വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കവും. വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ. ഓക്കെ, അതും നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. വൻകര ഭൂവൽക്കത്തിനാണ്, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചു വരും. സമുദ്ര ഭൂവൽക്കത്തിനാണ് കനം കുറവ്. അതും ശരിയാണ് അല്ല അങ്ങനെ പറയുമ്പോൾ. അല്ലെങ്കിൽ വൻകര ഭൂവൽക്കത്തിനാണ് കനം കൂടുതൽ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. ഏതിന്? വൻകരയ്ക്ക്. വൻകര ഭൂവൽക്കത്തിന് 30 കിലോമീറ്ററാണ് ശരാശരി കനം. വൻകര ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 70 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്ററാണ് കനം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ശരാശരി കനങ്ങൾ പറയുന്നുണ്ട്. വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം 30 കിലോമീറ്ററും അതുപോലെ സമുദ്ര ഭൂവൽക്കത്തിൻ്റെ ശരാശരി എന്താണ് കനം എത്രയാണ്? 5 കിലോമീറ്ററാണ്. അത് രണ്ട് അളവുകളും ഓർത്തിരിക്കണം. അതുപോലെ വൻകര ഭൂവൽക്കത്തിൻ്റെ പർവ്വത പ്രദേശത്ത് കനം കൂടുതലായിരിക്കില്ല അല്ലേ. ആ കനം കൂടിയ പർവ്വത പ്രദേശത്ത് എത്രയാണ്? അതിൻ്റെ ഒരു കനത്തിൻ്റെ അളവ് പറയുന്നുണ്ട്, ഏകദേശം 70 കിലോമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് മാൻഡിലാണ്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഓക്കെ, അപ്പോൾ താരതമ്യേന കനം കുറവുള്ള ഭാഗം ഏതാണ്? ഭൂവൽക്കം. കനം കൂടിയത് ഏതാണ്? മാൻഡിൽ. ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കുന്നു. ആ ഒരു നമ്പർ ഓർത്തിരിക്കുക, 2900 കിലോമീറ്റർ. ഓക്കെ, ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ഓക്കെ, മാൻഡിലിൻ്റെ ഉപരിഭാഗമുണ്ട്, പിന്നെ അതിൻ്റെ താഴ്ഭാഗമുണ്ട്. ഓക്കെ, മാൻഡിലിനെ 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉപരിഭാഗവും അതിൻ്റെ മുകളിലുള്ള നമ്മുടെ ഭൂവൽക്കല്ലേ, ആ രണ്ടും കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്നതാണ് ശിലാമണ്ഡലം എന്ന് പറയും. അതിൻ്റെ ഇംഗ്ലീഷാണ് ലിത്തോസ്ഫിയർ. ചിലപ്പോൾ അത് മലയാളത്തിൽ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടും തരാറുണ്ട്. അപ്പോൾ ഈ 2 വാക്കുകളും നിങ്ങൾ ഓർത്തിരിക്കണം, ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ. ഓക്കെ, ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അല്ലെങ്കിൽ മാഗ്മ, ഉരുകിയ ശിലാപദാർത്ഥങ്ങളെയാണ് എന്ത് പറയുന്നത്? മാഗ്മ എന്ന ഒറ്റ വാക്കിൽ പറയാം. അർദ്ധ ദ്രാവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഓക്കെ, അപ്പം ഏറ്റവും മേലെ ലിത്തോസ്ഫിയറിൻ്റെ താഴെ അസ്തനോസ്ഫിയർ. ഈ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് എന്തൊക്കെ കൂടിച്ചേർന്നതാണ്? ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും. ഓക്കെ, ഇനി മാൻഡിലിൻ്റെ താഴത്തെ ഭാഗമുണ്ട്. ആ ഭാഗം എന്ന് പറയുന്നത് അർദ്ധദ്രവാവസ്ഥയാണ്, അല്ലെങ്കിൽ മാഗ്മ ഉള്ള ഭാഗമാണ് ഈ താഴത്തെ ശിലാമണ്ഡലത്തെ താഴെയുള്ള ഭാഗം. ഓക്കെ, ആ ഭാഗത്തിന് എന്താണ് വിളിക്കുന്നത്? അസ്തനോസ്ഫിയർ എന്നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുക? മാഗ്മ കാണപ്പെടുന്ന ഭാഗത്തിൻ്റെ പേരെന്ത്? ലിത്തോസ്ഫിയർ എന്നാണോ അസ്തനോസ്ഫിയർ എന്നാണോ അങ്ങനെ ചോദിക്കാം അല്ലേ. അസ്തനോസ്ഫിയർ ആണെന്ന് ഓർത്തിരിക്കണം. അത് എന്ത് രൂപത്തിലാണ് കാണുന്നത്? അർദ്ധ ദ്രാവാവസ്ഥയിലാണ് കാണുന്നത്. ചിലപ്പോൾ ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, അർദ്ധ ദ്രാവകാവസ്ഥ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, അർദ്ധ ദ്രവാവസ്ഥയിലാണ് അസ്തനോസ്ഫിയർ കാണുന്നത്. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കണേ. അപ്പം ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ്, അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് അർദ്ധദ്രവാവസ്ഥയിലാണ്, അതിന് താഴെയുള്ള ഭാഗം വീണ്ടും എന്താണ്? ഖരാവസ്ഥയിലാണ്. ഓക്കെ, ഇനി അടുത്തത് കാമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് കോറ്. ഓക്കെ, ഈ 2 വാക്ക് ഓർത്തിരിക്കുക. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് എന്ത്? കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടു. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. ഓക്കെ, ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ, പുറക്കാമ്പ് അതായത് പുറത്തുള്ള സാധനമാണ് ദ്രവാവസ്ഥയിലുള്ളത്, ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് അകക്കാമ്പ്, അതെന്താണ്? ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, അതിൻ്റെ പ്രതീകം എന്താണ്? Ni അല്ലേ. N ക്യാപിറ്റൽ, I സ്മോൾ ലെറ്റർ. അതേമാതിരി ഇരുമ്പിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? Fe, F ക്യാപിറ്റലും E സ്മോൾ ലെറ്ററും എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ് കാമ്പ് അല്ലേ. അതിനാൽ കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. ഓക്കെ, അതിൻ്റെ മലയാളത്തിൽ നിഫെ എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഇംഗ്ലീഷിൽ Ni, നിക്കലിൻ്റെ Niയും അയണിൻ്റെ Feയും ചേർത്തിട്ട് നിഫെ എന്ന് പറഞ്ഞിട്ട് എഴുതും.
അപ്പോൾ ഇംഗ്ലീഷും അതിന് മലയാളം ഓർത്തിരിക്കുക എന്നും പേരുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ നിഫ എന്ന് വിളിക്കുന്നത്? കാമ്പിനെയാണ് കേട്ടോ. കാമ്പിനെ മൊത്തത്തിൽ നമ്മൾ എന്താണ് നിഫ എന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങളിനി പുറക്കാമ്പാണോ അകക്കാമ്പാണോ എന്ന് കൺഫ്യൂഷനായി പോയത്. കാമ്പിനെയാണ് നിഫ എന്ന് വിളിക്കുന്നത്. ആ കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടുല്ലേ, ഭൂമിയുടെ കേന്ദ്രഭാഗം എവിടെയാണ് കാണുന്നത്? അകക്കാമ്പിലല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ 5500 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഭൂമിയുടെ അന്തരീക്ഷം. ഇനി അന്തരീക്ഷത്തിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഉള്ളറേനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ പഠിച്ചത്. അതിൽ 4 പാളികൾ പഠിച്ചു അല്ല, അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. ഇനി അടുത്തത് അതിൻ്റെ ഭൂമിയുടെ അന്തരീക്ഷത്തിനെ പറ്റിയിട്ട് പഠിക്കാം. അതിലെ പാളികളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രത്യേകതകളും PSC ചോദിക്കാറുണ്ട് അല്ലേ. ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമിയും അന്തരീക്ഷവും മാറിയതെങ്ങനെ? ഉദ്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു അല്ലേ. കോടാനുകോടി വർഷങ്ങൾ എടുത്തുണ്ട് ഭൂമി തണുക്കാൻ. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നു അല്ലേ. ഭൂമി തണുത്തപ്പോൾ ഭൂമിയിലെ വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കണം. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി അല്ലേ. ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വന്ന വാതകങ്ങൾ ഭൂമിയിൽ പുറത്തേക്ക് വന്നു അല്ലേ. ആ വാതകങ്ങൾ പുറത്തേക്ക് വന്നപ്പോഴാണ് അതൊരു ആവരണമായിട്ട് മാറിയത് ഭൂമിയുടെ ചുറ്റും. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. ഇപ്പം അന്തരീക്ഷം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് മനസ്സിലായാലേ. ചുട്ടുപഴുത്ത ഭൂമി, അതിൻ്റെ പിന്നെ മഴയൊക്കെ പെയ്ത് തണുക്കാൻ തുടങ്ങി. അപ്പോൾ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് വാതകങ്ങൾ പുറത്തേക്ക് വന്നു. ആ വാതകം ഭൂമിയുടെ ചുറ്റും ഒരു ആവരണമായിട്ട് നിന്നു അല്ലേ. ഈ വാതകങ്ങളെയാണ് എന്താണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി അല്ലേ. അപ്പോൾ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൂടിയത് എങ്ങനെയാണ്? സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴിയാണ്. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും നൈട്രജൻ, പിന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കരുത്. അന്തരീക്ഷം എന്ന് പറയുന്നത് വാതകവും പൊടിപടലവും ജലാംശവും ചേർന്നതാണ്. ഓക്കെ, അതൊക്കെ PSC ചോദിക്കാം. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളും അല്ലെങ്കിൽ വാതകങ്ങളും പൊടിപടലവും ജലാംശവും ചേർന്നതാണ് അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ഓർത്തിരിക്കുക. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ ഏതൊക്കെയാണെന്നും ഓക്കെ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഓക്കെ, അന്തരീക്ഷ സംരചന അല്ലെങ്കിൽ കമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ വാതകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഒരു കനം അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ എന്താണ് സാന്നിധ്യം എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭൗമോപരിതലത്തിൽ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10,000 കിലോമീറ്റർ ഉയരെ വരെ എന്താണ് അന്തരീക്ഷം വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. 10,000-ഓളം കിലോമീറ്റർ, ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. അത് PSC ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അന്തരീക്ഷ വായുവിൻ്റെ ഏകദേശം 97%, ആ ഒരു അമൗണ്ട് ഓർത്തിരിക്കുക. 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ വരെയാണ്? 29 കിലോമീറ്റർ വരെയാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഉയരത്തിലേക്ക് പോകുമ്പോൾ 29 കിലോമീറ്ററിന് മേലോട്ടേക്ക് പോകുമ്പോൾ എന്താണ് വാതകങ്ങളുടെ അളവൊക്കെ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. 97% വാതകങ്ങൾ എവിടെയാണ്? 29 കിലോമീറ്ററിന് താഴെയായിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ 29 കിലോമീറ്റർ ഉയരം വരെയുള്ളൂ പ്രധാനപ്പെട്ട വാതകങ്ങളൊക്കെ ഉള്ളത്. അതിന് മേലോട്ട് വാതകങ്ങൾ കുറയും. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. ഇതാണ് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞത്. അതൊരു നല്ല സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഉയരം കുറയും തോറും വാതകങ്ങളുടെ അളവ് കൂടി വരുന്നു എന്ന് നമുക്ക് പറയാം അല്ലേ. താഴത്താണ് ഏറ്റവും കൂടുതൽ വാതകങ്ങളുള്ളത്. ഇനി അതിൻ്റെ ഒരു കമ്പോസിഷൻ, ഒരു പേഴ്സൻറ്റേജിൽ പറയാം. ഓക്കെ, ഈ അളവുകൾ PSC എടുത്ത് ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ്? നമ്മൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? നൈട്രജൻ ആണ്. അതിൻ്റെ അളവ്, ആ നമ്പറും ചോദിക്കാറുണ്ട്. 78% എന്ന് പഠിച്ചു വെക്കണം. അതുപോലെ രണ്ടാമത് വരുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് ഓക്സിജൻ ആണ്. അതിൻ്റെ അളവ് എത്രയാണ്? 21% ആ ഒരു നമ്പറും ഓർത്തിരിക്കണം. ഇനി ചിലപ്പം ഇങ്ങനെയും ചോദിക്കാം. എങ്ങനെ? നൈട്രജനും ഓക്സിജനും കൂടി അന്തരീക്ഷത്തിൽ എത്രയുണ്ട് എന്ന് ചോദിക്കാം. അപ്പോൾ എത്രയാണ്? 78 + 21. ഓക്കെ, ആ 2 നമ്പർ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് എഴുതാൻ പറ്റൂ അല്ലേ. എത്രയാണ്? 99 വരും. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ ബാക്കിയുള്ള ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള എല്ലാ വാതകങ്ങളും കൂടി കൂട്ടിയിട്ടാണ് ബാക്കി 1% വരുന്നത്. അതേതൊക്കെയാണ്? ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നിയോൺ ഉണ്ട്, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ. ഇനി അടുത്തത്
സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് എന്ത്? ബാഷ്പീകരണം. ഓക്കെ, ബാഷ്പീകരണത്തിൻ്റെ ഇംഗ്ലീഷാണ് ഇവാപ്പറേഷൻ. ഓക്കെ, ഇപ്പോൾ സൂര്യൻ്റെ താപമേക്കും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ജലം എന്താവും? നീരാവിയാവും, അത് അന്തരീക്ഷത്തിലേക്ക് എത്തും അല്ലേ? അതാണ് ബാഷ്പീകരണം. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ വരെ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യം കാണുന്നു എന്ന് ചോദിച്ചാൽ എത്ര നമുക്ക് പറയാം? 90 കിലോമീറ്റർ അല്ലേ? വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമേ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. വാതകങ്ങൾ മാത്രമല്ല, ജലതന്മാത്രകൾ അല്ലെങ്കിൽ പൊടിപടലങ്ങളൊക്കെ ഉണ്ട് അന്തരീക്ഷത്തിൽ. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമോപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിനോട് ചേർന്നിട്ടാണ് പൊടിപടലങ്ങൾ കൂടുതലായിട്ടും കാണുന്നത്. കാരണം എന്താണ്? അതിൻ്റെ വെയിറ്റ് കൂടുതലായിരിക്കും, അപ്പോൾ താഴ്ന്ന ഭാഗങ്ങളിലായിരിക്കും ഉണ്ടാവുക അല്ലേ? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. ഓക്കെ, അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ അല്ലെങ്കിൽ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇതും ചോദിക്കാറുണ്ട്. അന്തരീക്ഷത്തിലെ ഘനീകരണ മർമ്മങ്ങൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതാണെന്ന് ചോദിക്കാം. നേർത്ത പൊടിപടലങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, ഈ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കാം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റിയാണ് അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മേഘങ്ങൾ രൂപപ്പെടാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഈ നേർത്ത പൊടിപടലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ മേഘങ്ങളുടെ രൂപീകരണത്തിന് പൊടിപടലങ്ങൾ ആവശ്യമാണ് എന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഈ ഘനീകരണ മർമ്മം എന്നുള്ള വാക്ക് എന്തായാലും അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ മേഘവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് എന്ത്? പൊടിപടലങ്ങൾ. പിന്നെ ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം അല്ലേ? ഉൽക്കകൾ കത്തുന്ന ചാരത്തിലൂടെ എന്തുണ്ടാവും? പൊടിപടലങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷനായി പോകരുത്. എന്ത്? അഗ്നിപർവ്വതത്തിലൂടെ പൊടിപടലങ്ങൾ വരുന്നുണ്ടോ നമ്മൾ കൺഫ്യൂഷനായി പോകരുത്. അതേമാതിരി ഉൽക്ക കത്തുന്ന ചാരം പൊടിപടലാണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ എന്താണ് ആ സമയത്ത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഇത് നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ കൺഫ്യൂഷൻ ആയി പോകും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓൾറെഡി കണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് പരീക്ഷ സമയത്ത് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ അതൊക്കെ ഓൾറെഡി പൊടിപടലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആ സമയത്ത് ഓർമ്മ വരും. ഓക്കെ, ഇനി ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? ഒന്ന്, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ടൊരു ഫാക്ടറാണ് എന്ത്? അന്തരീക്ഷം. പിന്നെ അടുത്തത്, ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു അല്ലേ? അന്തരീക്ഷം നമ്മളെ ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അന്തരീക്ഷത്തിൻ്റെ പ്രധാന പ്രയോജനങ്ങൾ. ഇനി അടുത്തത് ഏറ്റവും മേലെ അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനമാണ് പറയുന്നത്. അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. ഓക്കെ, ഈ അന്തരീക്ഷ സംരചന എന്ന് പറഞ്ഞ വാക്ക് ചിലപ്പം നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. അത് നമുക്കറിയാം, കമ്പോസിഷൻ അല്ലേ? അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? 71% നൈട്രജൻ അല്ലെ, 78% നൈട്രജൻ, 21% ഓക്സിജൻ, 1% ബാക്കി വാതകങ്ങൾ, ഇങ്ങനെയാണ് അന്തരീക്ഷത്തിലുള്ളത്. അപ്പം അതിൻ്റെ കൂട്ടത്തിലേക്ക് വീണ്ടും കുറേ പുക വരുന്നു, മറ്റു വിഷവാതകങ്ങൾ വരുന്നു, മറ്റ് രാസപദാർത്ഥങ്ങൾ വരുന്നു. അപ്പം അതിനനുസരിച്ചിട്ട് മറ്റ് വാതകങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച നൈട്രജൻ, ഓക്സിജൻ, മറ്റു വാതകങ്ങളുടെ അളവൊക്കെ ചിലപ്പം കുറഞ്ഞു പോകാം അല്ലേ? അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു വായുവിൽ ഇങ്ങനത്തെ ഈ എക്സ്ട്രാ സാധനങ്ങൾ അന്തരീക്ഷത്തിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അമ്ലമഴ. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എത്തുന്നതെന്ന് ഓർത്തിരിക്കണം. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, സൾഫർ ഡയോക്സൈഡ് ഉണ്ട്. ഓക്കെ, സൾഫർ ഓക്സൈഡ് അല്ല, സൾഫർ ഡയോക്സൈഡ്. പിന്നെ കാർബൺ മോണോക്സൈഡും ഉണ്ട്, ഡയോക്സൈഡും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കണം, അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ മഴവെള്ളത്തിന് ആസിഡ് സ്വഭാവം
ആക്കി മാറ്റുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ പറയാം. ഓക്കെ, അത് നല്ലൊരു ഇൻഡയറക്റ്റ് ചോദ്യമാണ്. ഇനി മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. ഇത് PSC ചോദിക്കാറുണ്ട്. ഓക്കെ, മഴവെള്ളത്തിൻ്റെ മഴവെള്ളം ഒരു അമ്ലമഴയായി കണക്കാക്കണമെങ്കിൽ അതിൻ്റെ pH എത്രയിൽ താഴെയായിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, pH 5ൽ താഴെയാണെങ്കിൽ മാത്രമേ ആ മഴയെ അമ്ലമഴയാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7ആണ്. അത് PSC ഏറ്റവും ബേസിക്കായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ ശുദ്ധജലത്തിൻ്റെ pH എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ വേറെയും കുറേ സാധനത്തിൻ്റെ pH വാല്യൂകൾ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മുടെ മൂത്രം അല്ലെങ്കിൽ പാല് അല്ലെങ്കിൽ അതുപോലെ മറ്റ് ആസിഡുകൾ, ഇതിൻ്റെയൊക്കെ ചോദിക്കാറുണ്ട്. കാപ്പി, ചായ, മോര്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എക്സ്ട്രാ നോക്കി കണ്ടുപിടിച്ച് പഠിക്കണം. ഒന്നെങ്കിൽ ടെലഗ്രാമിൽ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ചാനലിലുണ്ടാവും, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, PSC ചോദിക്കുന്ന PYQ ആണത്. ഇനി അടുത്തത് പുകമഞ്ഞ്, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് സ്മോഗ് അല്ലേ. പുകയുടെ ഇംഗ്ലീഷ് സ്മോക്ക്. മൂടൽമഞ്ഞിൻ്റെ ഇംഗ്ലീഷ് ഫോഗ്. ഇവ രണ്ടും ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സ്മോക്കിൻ്റെ സ്മോയും ഫോഗിൻ്റെ ജിയും ചേർത്തിട്ടാണ് സ്മോഗ് ഉണ്ടായത് അല്ലേ. ഇംഗ്ലീഷിൽ പേര് കിട്ടാൻ വളരെ എളുപ്പമാണ്. അതേപോലെ മലയാളത്തിലാണെങ്കിലും എളുപ്പമാണ് അല്ലേ. പുകമഞ്ഞ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പുകയുടെ പുകയും അതേമാതിരി മൂടൽമഞ്ഞിൻ്റെ മഞ്ഞും ചേർത്തിട്ടാണ് പുകമഞ്ഞ് എന്ന വാക്കുണ്ടായത്. ഓക്കെ, അപ്പോൾ അത് എളുപ്പമാണ്. അത് PSC ചിലപ്പോൾ കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കുക. പുകയും മൂടൽമഞ്ഞും കൂടി ചേർന്നാണ് പുകമഞ്ഞ് രൂപപ്പെടുക. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഓക്കെ, അപ്പോൾ എന്തിലൂടെയൊക്കെയാണ്? വ്യവസായശാല ഓർത്തിരിക്കുക, നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓർത്തിരിക്കുക, വാഹനങ്ങൾ ഓർത്തിരിക്കുക, അതുപോലെ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ. ഇത്രയും പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷത്തിൽ പുകയും പൊടിപടലവും പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്. ഈ പുക മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. ഓക്കെ, പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുകമഞ്ഞ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാറുണ്ട് ഡൽഹിയിൽ വായുമലിനീകരണം വളരെ കൂടുതലാണെന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് കാരണം എന്താണ്? ഈ ഒരു പുകമഞ്ഞാണ്, അല്ലെങ്കിൽ ഈ പുകമഞ്ഞിൻ്റെ അകത്തുള്ള ഈ പുകയും മൂടൽമഞ്ഞും കൂടി ചേർന്നിട്ടാണ്. കാരണം അവിടെ അന്തരീക്ഷത്തിൽ കൂടുതൽ പുക എത്തുന്നുണ്ട്, അത് മഞ്ഞുമായിട്ട് കൂടി ചേർന്നിട്ടാണ് ഈ പുകമഞ്ഞ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പക്ഷാഘാതം ഉണ്ടാവാം, ഹൃദ്രോഗം ഉണ്ടാകാം, ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാവാം. ഓക്കെ, ഇതൊക്കെ വായുമലിനീകരണം കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഇനി അടുത്തത് നമ്മുടെ ഈ അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളാണ്. നമ്മുടെ ഭൂമിയിനോട് ഏറ്റവും ചേർന്ന് കാണുന്ന ഭാഗം ഏതാണ്? ട്രോപ്പോസ്ഫിയർ അല്ലേ. അതിന് തൊട്ട് മേലെയുള്ള പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ. അതിന് തൊട്ട് മേലെ മീസോസ്ഫിയർ. അതിന് തൊട്ട് മേലെ തെർമോസ്ഫിയർ. പിന്നെ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള പാളി, ഓക്കെ, ഏറ്റവും പുറത്തുള്ള പാളി ഏതാണ്? എക്സോസ്ഫിയർ. ഓക്കെ, അപ്പം ഈ 5 പാളികളും നമ്മൾ ഓർഡറിൽ ഓർത്തിരിക്കണം. ഓക്കെ, താഴെന്ന് മേലോട്ടേക്ക് അല്ലെങ്കിൽ മേലെന്ന് താഴത്തോട്ടേക്കുള്ള ആ ഒരു ഓർഡർ ചിലപ്പം ചോദിക്കാം. അത് തെറ്റിച്ചിട്ടൊക്കെ തരാം. അത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവണം. ഇനി നമുക്ക് ഓരോ പാളിയുടെയും പ്രത്യേകതകൾ പഠിക്കാം. ആദ്യം ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത് അല്ലേ. ഭൂമിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പാളി. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ശരാശരി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 13 കിലോമീറ്റർ ഉയരമാണ് ട്രോപ്പോസ്ഫിയറിനുള്ളത്. ഇനി ധ്രുവപ്രദേശത്ത് എത്രയാ ഉയരം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 8 കിലോമീറ്ററാണ്. അതുപോലെ ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്രയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 18 കിലോമീറ്ററും ആണ് ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം വരുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് ശരാശരി 13 വരുന്നത് അല്ലേ. 18ഉം 8ഉം 26, 26/2 ചെയ്യുമ്പോൾ 13 ശരാശരി കിട്ടും. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത്. ഓക്കെ, അപ്പോൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം കൂടുന്നതിന് കാരണം എന്താണ്? ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായിരിക്കും, സൂര്യപ്രകാശം ഡയറക്റ്റ് അവിടെ തട്ടുന്നതുകൊണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ വായു വികസിക്കും ചൂട് തട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഈ ട്രോപ്പോസ്ഫിയറിന് ഉയരത്തിൽ കൂടുതലായിരിക്കും. അതും PSC ചോദിക്കാറുണ്ട്. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കാം.
എന്തുകൊണ്ടാണ് ഭൂമധ്യരേഖ പ്രദേശത്ത് ഈ ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടുതൽ? കാരണം അവിടെ ചൂട് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് വായു വികസിക്കും. അപ്പം അതുകൊണ്ട് ഉയരം കൂടുന്നു. ഓക്കെ. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. ഓക്കെ. പൊടിപടലം ജലാംശം കൂടുതലുള്ള പാളി ഏതാണെന്ന് ചോദിക്കാം. അത് ട്രോപ്പോസ്ഫിയർ ആണ്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചോദിക്കാറുള്ളത്? അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏത്? ട്രോപ്പോസ്ഫിയർ. അപ്പം അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലോ? മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു. ഓക്കെ. അപ്പം നമ്മൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മേലോട്ടേക്ക് ഓരോ 165 മീറ്റർ പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് താപനില കുറയും. ഓക്കെ. അപ്പം ഇതിന് എന്താണ് പറയുന്നത്? ഇതിന് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഇംഗ്ലീഷ് വാക്കും ഓർത്തിരിക്കുക. NLR, അതിന് ഷോർട്ട് ഫോം ഓർത്തിരിക്കുക. NLR എന്ന് ചിലപ്പം തരാം, അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് തരാം, അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് എവിടെയാണ് കാണുന്നതെന്ന് ചോദിക്കാം. ട്രോപ്പോസ്ഫിയറിലാണ്. പിന്നെ എത്ര മീറ്റർ കൂടുമ്പോഴാണ് 1 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നതെന്ന് ചോദിക്കാം ട്രോപ്പോസ്ഫിയറിൽ. അത് 165 മീറ്റർ കുറയുമ്പോഴാണ്. ഓരോ 165 മീറ്റർ മേലോട്ടേക്ക് പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് കുറയും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ ആ ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള വാക്ക് ഓർത്തിരിക്കാം. 1 ഡിഗ്രി സെൽഷ്യസ് ആണോ, അല്ലെങ്കിൽ 1 ഡിഗ്രി ഫാരഡ് ആണോ, 1 കെൽവിൻ ആണോ കുറയുന്നതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറയും സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ ഓർത്തിരിക്കണം യൂണിറ്റൊക്കെ. പിന്നെ 125 കിലോമീറ്റർ എന്ന് തരാം, ചിലപ്പം സെൻറ്റിമീറ്റർ എന്ന് തരാം, അല്ലെങ്കിൽ മീറ്റർ എന്ന് തരാം. ഓക്കെ. അതും ഓർത്തിരിക്കണം. ഇനി അടുത്തത്, ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ്? അപ്പം അതിൻ്റെ ആ കാരണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലേ. അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ഇതൊക്കെ ഉള്ളത് നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രതിഭാസം, മേഘരൂപീകരണം, മഴയും മഞ്ഞും കാറ്റൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ടൊരു പാളിയാണെന്ന് പറയുന്നത്. കാരണം പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ജീവികളൊക്കെ വസിക്കുന്നത് ഈ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്താണ് അല്ലേ. ഓക്സിജനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഈ ട്രോപ്പോസ്ഫിയർ ഭാഗത്താണ്. അപ്പോൾ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനൊക്കെ ഈ ട്രോപ്പോസ്ഫിയർ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തത്, ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം എന്ത്? കാരണം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞ കാരണം ഓരോ 125 മീറ്റർ മേലോട്ട് പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. അപ്പോൾ ഈ ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എന്നൊക്കെ പറയുന്നത് വളരെ ഉയരത്തിലാണ്. അപ്പോൾ അവിടേക്കൊക്കെ എത്തുമ്പോൾ ഓരോ ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ് മൈനസിലേക്ക് എത്തും അല്ലേ. അപ്പം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ താപനിലയിലേക്ക് എത്തും. അപ്പം അതുകൊണ്ടാണ് അവിടെ തണുപ്പെത്തുന്നത്. ഇനി അടുത്ത് സ്ട്രാറ്റോസ്ഫിയർ, അതായത് ട്രോപ്പോസ്ഫിയറിൻ്റെ തൊട്ട് മേലുള്ള പാളി. ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. ഓക്കെ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെ എത്രയാണ്? 13 കിലോമീറ്ററാണ് ശരാശരി ഉയരം. ഇനി സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 50 കിലോമീറ്റർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. ഓക്കെ. ആ ഒരു നിശ്ചിത ഉയരം എന്നുള്ളത് അടിവാരമായിട്ട് പഠിക്കുക. അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ താപം വർദ്ധിച്ചു വരുന്നതായി കാണാമെന്നല്ല, ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോഴാണ് താപം വർദ്ധിച്ചു വരുന്നതായി കാണുന്നത്. ഓക്കെ. പക്ഷേ ട്രോപ്പോസ്ഫിയറിൽ എങ്ങനെയാണ്? താപം ഓരോ 125 മീറ്റർ കഴിയുമ്പോഴും ക്രമമായിട്ട് 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറഞ്ഞ് വരികയാണ്. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിൽ കൂടി വരികയാണ്. പക്ഷേ ഒരു നിശ്ചിത ഉയരം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് താപനില കൂടി വരുന്നത്. ഇനി സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. PSC ചോദിക്കാറുണ്ട്. ഓസോൺ പാളി കാണുന്ന അന്തരീക്ഷ പാളി ഏത്? സ്ട്രാറ്റോസ്ഫിയർ. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. ഓക്കെ. അപ്പം ഓസോൺ പാളി കാണുന്ന ഉയരം ഏകദേശം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 25 കിലോമീറ്ററാണ്. ഓക്കെ. ഇനി ഓസോൺ, ഭൂമിയുടെ രക്ഷാകവചം. സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. ഓക്കെ. അപ്പോൾ ഈ ഓസോണാണ് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ, ആ രശ്മികളെ പേര് ഓർത്തിരിക്കാം. ഇൻഫ്രാറെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവർ തരും. ഓക്കെ. അപ്പോൾ അൾട്രാ വയലറ്റ് രശ്മി എന്ന് ഓർത്തിരിക്കുക. ഓസോണാണ് അതിനെ തടഞ്ഞു നിർത്തുന്നത്. ഓസോണിൻ്റെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്? O3 അല്ലേ. ഓക്സിജൻ്റെ ഓയും പിന്നെ 3, O2ന് പകരം 3 എന്ന് എഴുതുക. O3 അതാണ് ഓസോണിൻ്റെ പ്രതീകം. ഇനി അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക്
ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അൾട്രാവയലറ്റ് രശ്മി എന്ന് പറയുന്ന വളരെ അപകടം പിടിച്ചൊരു സാധനമാണ്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തുന്നത് സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ പാളിയാണ്. ഇനി അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തിരിക്കാം. അതും നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ആഹാര ശൃംഖലയുടെ തകർച്ച ഉണ്ടാവും അല്ലേ. ചില ജീവികൾ നശിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആഹാര ശൃംഖലനെയും ബാധിക്കും. കൃഷിനാശം ഉണ്ടാവും, അതായത് ചെടികളെയൊക്കെ ബാധിക്കും അല്ലേ. അടുത്ത സസ്യവളർച്ച മുരടിക്കൽ അല്ലെങ്കിൽ അകാല വാർദ്ധക്യം ഉണ്ടാവും അല്ലേ. പെട്ടെന്ന് പ്രായമാവുക, അല്ലെങ്കിൽ അകാല നര വരിക, അല്ലെങ്കിൽ തൊലിയൊക്കെ പെട്ടെന്ന് ചൊളിവ് വരിക അല്ലേ. ഇനി അടുത്തത് അന്ധത, തിമിരം അല്ലേ. നമ്മളെ കണ്ണിൻ്റെ കാഴ്ച പോവുക അല്ലെങ്കിൽ തിമിരം വരിക, ഇതൊക്കെ അൾട്രാവയലറ്റ് കിരണങ്ങൾ തട്ടിയാലുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ത്വക്കിലുണ്ടാവുന്ന ക്യാൻസർ, അതായത് ത്വക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊലിയിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസർ. ഇനി അടുത്തത് ഓസോൺ ദിനം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ 16. അപ്പോൾ ഓപ്ഷനില്ലാത്ത ഒക്ടോബർ 16 നവംബർ 16 ഒക്കെ ഉണ്ടാവും, കൺഫ്യൂഷനായി പോകരുത്. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമായേക്കാവുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടൊരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുക. പിന്നെ ഈ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ്. പിന്നെ PSC ചോദിക്കുന്ന ഒരു കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം, എല്ലാ വർഷവും ഈ ഓസോൺ ദിനം ആചരിക്കാറുണ്ട് സെപ്റ്റംബർ 16. അപ്പോൾ അതിനൊരു തീം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രമേയം ഉണ്ടാവും. അത് നമ്മൾ കറണ്ട് അഫെയറിൽ പഠിച്ചു വെക്കണം. എന്താണ് 2025 പ്രമേയം, അല്ലെങ്കിൽ 2026 പ്രമേയം, അല്ലെങ്കിൽ 2024 പ്രമേയം. ഓക്കെ, അപ്പം നമ്മൾ പരീക്ഷ എഴുതുന്ന ആ ഒരു വർഷത്തെ പ്രമേയമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇപ്പോൾ 2025 പരീക്ഷയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നതെങ്കിൽ 2025 പ്രധാനമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ 2024 തൊട്ട് മുന്നത്തെ വർഷത്തെയും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, മിനിമം അതെങ്കിലും പഠിച്ചു വെക്കുക. അധികം ഈ 2 വർഷത്തെയാണ് ചോദിക്കാൻ സാധ്യത ഉള്ളത്. പിന്നെ റെയറായിട്ടൊക്കെ ചിലപ്പം അതിൻ്റെ 3-4 വർഷം മുന്നത്തേക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഏറ്റവും മിനിമം നിങ്ങൾ പരീക്ഷ എഴുതുന്ന വർഷത്തിൽ അതിന് തൊട്ട് മുന്നുള്ളതെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. ഓക്കെ, ആ ഒരു ദൂരം പഠിച്ചു വെക്കുക, 50 മുതൽ 80 കിലോമീറ്റർ. ഏതാണ്? മീസോസ്ഫിയർ. അത് എത്രാമത്തെ പാളിയാണ്? ഉപരിതലത്തിൽ നിന്ന് 3ാമത്തെ പാളി. ഓക്കെ, ഉപരിതലത്തിൽ നിന്ന്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഓക്കെ, അതിന് മുന്നേ ഇപ്പോൾ ഏത് പാളിയിലാണ് നമ്മളങ്ങനെ കണ്ടത്? ട്രോപ്പോസ്ഫിയർ അല്ലേ, ഏറ്റവും ആദ്യത്തെ പാളിയിൽ. ഓരോ 165 കിലോമീറ്റർ മേലോട്ട് പോകുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് കുറയും. അതേപോലെ തന്നെ ഉയരം കൂടുമ്പം താപനില കുറയുന്ന പ്രതിഭാസമുള്ള ഒരു പാളിയാണ് മീസോസ്ഫിയർ. പക്ഷെ അവിടെ അങ്ങനെ കണക്കൊന്നും പറയുന്നില്ല, 125 മീറ്ററിന് 1 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊന്നും പറയുന്നില്ല. അത് ട്രോപ്പോസ്ഫിയറിന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഉയരം കൂടുമ്പം താപം കുറയുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വാമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. ഓക്കെ, അപ്പം മീസോസ്ഫിയറിലെ ഏറ്റവും മേലുള്ള ഉയരത്തിലേക്ക് എത്തുമ്പോൾ, അതായത് 80 കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തുമ്പോൾ മീസോസ്ഫിയറിൻ്റെ ഏറ്റവും അവസാന അറ്റത്തെത്തും. അപ്പോൾ ഈ മീസോസ്ഫിയറിൻ്റെ ഏറ്റവും അറ്റത്തുള്ള താപനില ഏകദേശം എത്രയാണ്? -100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, മൈനസ് എന്നുള്ളത് ഓർത്തിരിക്കണം. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ളതല്ലേ, അപ്പം അത് തെറ്റാണ്. -100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഏറ്റവും തണുപ്പ് എവിടെ കാണുന്ന മീസോസ്ഫിയറിൽ. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അത് മീസോസ്ഫിയർ ആണ്, ഓർത്തിരിക്കുക. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ഇതും ചോദിക്കാറുണ്ട്. ഉൽക്കകൾ കത്തിച്ചാമ്പലാവുന്ന അന്തരീക്ഷ പാളി ഏത്? അത് എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. ഓക്കെ, അന്തരീക്ഷത്തിലെ മീസോസ്ഫിയർ എന്ന പാളിയിലാണ് ഉൽക്കകൾ കത്തിച്ചാമ്പലാവുന്നത്. ഇനി അടുത്തത് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ എല്ലാത്തിൻ്റെയും ഈ ഉയരങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ട്രോപ്പോസ്ഫിയറിൻ്റെത് 13 ശരാശരി, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ 50 കിലോമീറ്ററാണ് ശരാശരി, മീസോസ്ഫിയറിൻ്റെ 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ശരാശരി ഉയരം.
ഇനി അടുത്ത അതിൻ്റെ മേലുള്ള തെർമോസ്ഫിയറിൻ്റെ ഉയരം എത്രയാണ്? ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഇതൊക്കെ ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാം. ഓക്കെ, ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. ഓക്കെ, അപ്പം ഇത് നമ്മൾ വേറെ എവിടെയും പഠിച്ചിട്ടില്ലേ അല്ലേ? സ്ട്രാറ്റോസ്ഫിയറിൽ. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ പ്രത്യേകത എന്താ? ഒരു നിശ്ചിത ഉയരം കഴിഞ്ഞതിന് ശേഷമാണ് താപനില കൂടി വരുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? അങ്ങനെ പറയുന്നില്ല. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ അത് മാറിപ്പോകരുത്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ അയണോസ്ഫിയർ എന്ന ഭാഗമുള്ളത് ഏത് പാളിയിലാണെന്ന് ചോദിക്കാം. ഓക്കെ, അത് തെർമോസ്ഫിയറിലാണെന്ന് ഓർത്തിരിക്കാം. അല്ലെങ്കിൽ ചേരുംപടി ചേർക്കാനൊക്കെ ആയിട്ട് വരാം. തെർമോസ്ഫിയറും അയണോസ്ഫിയറും ചിലപ്പം ചേരുംപടിയിൽ ഒരു പെയറായിട്ട് വരുന്നതായിട്ട് നമുക്ക് വരാം. ഓക്കെ, തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി അയണോസ്ഫിയർ എന്താണെന്ന് നോക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പം ഈ ഏതൊക്കെയാണ് തീവ്ര സൂര്യരശ്മികൾ? ഒന്ന് അൾട്രാ വയലറ്റും എക്സ്റേയും. ഈ രണ്ട് തീവ്ര സൂര്യരശ്മികളാണ് വാതക തന്മാത്രകൾ എന്താക്കി മാറ്റുന്നത്? അയോണുകളാക്കി മാറ്റുന്നത്. അതെവിടെയാണ്? അയണോസ്ഫിയറിൽ വെച്ചിട്ട് അല്ലേ? ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നതുകൊണ്ട് അതിനെ ആ ഒരു പ്രക്രിയേനെ പറയുന്ന പേരാണ് അയോണീകരണം. ഓക്കെ, അത് നടക്കുന്നത് കാരണം ആ മണ്ഡലത്തെ എന്ത് പറയുന്നു? അയോണോസ്ഫിയർ എന്ന് പറയുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും അല്ലേ? ഈ വാതക തന്മാത്രകൾ അയോണുകളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ അയോണുകൾക്ക് ഒരു പ്രത്യേകത എന്താണ്? വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ പറ്റില്ല, അല്ലെങ്കിൽ അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ പറ്റും. ഓക്കെ, ഓർത്തിരിക്കുക. അതായത് ശരി എന്നുള്ളത് കറക്റ്റ് ഓർത്തിരിക്കണം. പിന്നെ റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതും അടുത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? റേഡിയോ തരംഗങ്ങൾ എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഓക്കെ, അപ്പോൾ റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷപാളി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെർമോസ്ഫിയർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തെർമോസ്ഫിയറിൻ്റെ അയണോസ്ഫിയർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഉത്തരം. ഓക്കെ, അയണോസ്ഫിയർ തന്നിട്ടുണ്ടെങ്കിൽ അയണോസ്ഫിയർ തന്നെ എഴുതണം, തെർമോസ്ഫിയർ എന്ന് എഴുതരുത്. ഓക്കെ, ഏറ്റവും ഉചിതമായിട്ടുള്ള ഉത്തരം നിങ്ങൾ നോക്കി എഴുതണം. ചിലപ്പോൾ ഓപ്ഷനിൽ തെർമോസ്ഫിയറും ഉണ്ടാവും, അയണോസ്ഫിയറും ഉണ്ടാവും. പക്ഷേ അതിൽ അയണോസ്ഫിയറിലാണ് ഈ റേഡിയോ പ്രക്ഷേപണം നടത്താൻ ഏറ്റവും ഉചിതം. ഓക്കെ, അപ്പോൾ അങ്ങനെ PSC നമ്മൾ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് പല ഓപ്ഷൻസ് ഇങ്ങനെ തരും. അപ്പോൾ നമ്മൾ ഏറ്റവും ഉചിതമായിട്ടുള്ള ഉത്തരം വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ അയോണോസ്ഫിയർ ആണ് ഉത്തരം വരിക. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഒന്ന്, അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ പറ്റും. രണ്ട്, റേഡിയോ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്. അപ്പോൾ ഈ റേഡിയോ തരംഗങ്ങൾക്ക് ഈ അയോണുകളിലൂടെ സഞ്ചരിക്കാൻ പറ്റും, അല്ലെങ്കിൽ കടത്തിവിടാൻ പറ്റും ഈ അയോണുകളിലൂടെ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് എക്സോസ്ഫിയർ, ഏറ്റവും മുകളിലുള്ള പാളി. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത്. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ, ഓക്കെ, എത്ര കിലോമീറ്ററിന് മുകളിലാണ് എക്സോസ്ഫിയർ കാണുന്നത്? 400 കിലോമീറ്ററിന് മുകളിൽ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചോദിക്കാം. വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്ന അന്തരീക്ഷ പാളി ഏത്? അത് എക്സോസ്ഫിയർ ആണ് എന്ന് ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ഈ 5ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ജോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ കവർ ചെയ്തത്. ഭൂമിയുടെ അന്തരീക്ഷവും ഭൂമിയുടെ ഉള്ളറയും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതാണെങ്കിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിക്കുന്ന എല്ലാ പോയിന്റുകളും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാറുണ്ട്, ജോഗ്രഫിയിലുള്ള കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ഇത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്